കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കുരുക്ക് മുറുകുന്നു. കൊച്ചിയിൽ 7ാം ദിവസത്തിലേക്ക് കന്യാസ്ത്രീകളുടെ സമരം നീണ്ടുപോകുമ്പോഴാണ് കേസിൽ വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നത്. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർണായക തെളിവുകളും മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബിഷപ്പിന്റെ പല മൊഴികളും കള്ളമാണെന്ന് പോലീസും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബിഷപ്പിന്റെ അറസ്റ്റ് അനിവാര്യമായ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ അന്വേഷണ സംഘം തയ്യാറാക്കിയ എഫ്ഐആറിൽ പറയുന്നത് കന്യാസ്ത്രീയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ്. പീഡന വിവരം പുറത്തു പറയരുത് എന്ന് ബിഷപ്പ് കന്യാസ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 2014 മുതൽ 2 വർഷത്തിനിടെ 13 തവണ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു. ബിഷപ്പിന് എതിരായ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക ശക്തമായ മൊഴികളടക്കം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇക്കൂട്ടത്തിൽ 3 മൊഴികളാണ് നിർണായകം. പീഡിപ്പിക്കപ്പെട്ടു എന്ന് കന്യാസ്ത്രീ പറഞ്ഞ ദിവസം ബിഷപ്പ് കുറവിലങ്ങാട് മഠത്തിലെത്തി എന്ന് തെളിയിക്കുന്ന സുപ്രധാന മൊഴികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കുറവിലങ്ങാട് മഠത്തിലെ സന്ദർശക രജിസ്റ്ററിൽ ബിഷപ്പിന്റെ വരവ് രേഖപ്പെടുത്തി കന്യാസ്ത്രീ ഇക്കാര്യം പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഒപ്പം ബിഷപ്പിന്റെ കാർ ഡ്രൈവറുടെ മൊഴിയും കേസിൽ വഴിത്തിരിവായി. കന്യാസ്ത്രീയുടെ പരാതിയിൽ പറയുന്ന ദിവസം ബിഷപ്പിനെ കുറവിലങ്ങാട് മഠത്തിൽ എത്തിച്ചു എന്നാണ് ഡ്രൈവർ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ആ ദിവസം താൻ കുറവിലങ്ങാട് മഠത്തിൽ പോയിട്ടില്ല എന്നായിരുന്നു ബിഷപ്പിന്റെ മൊഴി. അന്ന് താൻ മുതലങ്കോട്ടത്തെ മഠത്തിലായിരുന്നു എന്നും ബിഷപ്പ് പറഞ്ഞിരുന്നു. ഇത് കളവാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അന്നേ ദിവസം ബിഷപ്പ് മുതലക്കോട്ടത്തെ മഠത്തിൽ താമസിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ സന്ദർശക രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന കന്യാസ്ത്രീ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബിഷപ്പിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം മഠങ്ങളിലെ സന്ദർശക രജിസ്റ്ററുകൾ, ബിഷപ്പിന്റെ കേരളത്തിലെ ടൂർ പരിപാടികൾ എന്നിവയടക്കം 34 രേഖകളും പോലീസിന്റെ പക്കലിലുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കന്യാസ്ത്രീയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് ഈ പ്രതിഷേധങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.